ഈ അടുത്തിടയ്ക്ക് പ്രസിദ്ധീകരിച്ചു വന്ന ഒരു ശാസ്ത്ര പ്രബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. പ്രബന്ധത്തിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് പരിശോധിക്കാവുന്നതാണ്. അന്യഗ്രഹ ജീവികൾ ഉണ്ട് എന്ന് സംശയിക്കുന്ന നിരവധി ഗ്രഹങ്ങൾ നമ്മുടെ ഈ മിൽക്കി വേ എന്ന ഗാലക്സിയിൽ തന്നെ ഉണ്ട്. ഓരോ ഗ്രഹങ്ങൾക്കും വ്യത്യസ്തമായിട്ടുള്ള കാരണങ്ങളാണ്. പല കാരണങ്ങളാലാണ് അവിടെ ഏലിയൻസ് ഉണ്ടെന്ന് നമ്മൾ അനുമാനിക്കുന്നത്. അത്തരത്തിൽപ്പെട്ട ഒരു വിഭാഗം നക്ഷത്രങ്ങളുണ്ട്. ഡൈസൺ സ്ഫിയർ ആണ് ആ നക്ഷത്രങ്ങളുടെയൊക്കെ പിന്നിലുള്ള ഒരു റീസണായിട്ട് നമ്മൾ പറയുന്നത്. ആ നക്ഷത്രത്തിന് ചുറ്റുമായിട്ട് ഡൈസൺ സ്ഫിയർ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. എന്താണ് ഈ ഡൈസൺ സ്ഫിയർ? ഡൈസൺ സ്ഫിയർ എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ കർഡാഷെയൻ സ്കെയിലിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നിലവിലുള്ള നമ്മുടെ ഭൂമിയിലെ നമ്മളാകുന്ന മനുഷ്യർ 0.7 എന്ന കർഡാഷെയൻ സ്കെയിലാണ് ഉള്ളത്. നമ്മുടെ വികസനം അല്ലെങ്കിൽ നമ്മൾ ഊർജം ഉപയോഗിക്കുന്നത് അത്തരത്തിലാണ്. കർഡാഷെയൻ സ്കെയിൽ 1 ഭൂമിയിലുള്ള സകല ഊർജത്തെയും നിയന്ത്രിക്കാനും അത് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഹാർനസ് ചെയ്യാനും നമുക്ക് സാധ്യമാകുന്നതാണ്. കർഡാഷെയൻ സ്കെയിൽ 2 നമ്മൾ എത്തിച്ചേരുകയാണെങ്കിൽ നമ്മുടെ സ്വന്തം നക്ഷത്രമായ സൂര്യൻ ഉൽപ്പാദിപ്പിക്കുന്ന ഊർജത്തെ പൂർണ്ണമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. നിലവിൽ നമ്മൾ സൂര്യൻ്റെ ഊർജത്തെ ഉപയോഗിക്കുന്നുണ്ട്, പക്ഷേ അത് വളരെ നെഗ്ലിജിബിളായിട്ടുള്ള ഒരു അളവിൽ മാത്രമാണ്. സൂര്യൻ ഉൽപ്പാദിപ്പിക്കുന്ന ഊർജം അതിൻ്റെ 360 ഡിഗ്രിയിലും പ്രൊപ്പഗേറ്റ് ചെയ്തു പോകുന്നുണ്ട്. സൂര്യന് ഒരു ഫുട്ബോളിൻ്റെ വലിപ്പമുണ്ടെങ്കിൽ ആ ഫുട്ബോളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഒരു ഈച്ചയുടെ വലിപ്പം പോലുമില്ല നമ്മുടെ ഭൂമിക്ക്. അപ്പോൾ ഭൂമിയിലേക്ക് എത്തിച്ചേരുന്ന പ്രകാശം എത്രമാത്രം നിസ്സാരമായിരിക്കും. എന്നാൽ ആ ഊർജം പോലും പൂർണ്ണമായിട്ട് ഹാർനസ് ചെയ്യാൻ ഇപ്പോഴുള്ള നമ്മുടെ സാങ്കേതിക വിദ്യകൾക്ക് സാധ്യമാകുന്നില്ല. ടൈപ്പ് 2 കർഡാഷെയൻ സ്കെയിലിൽ എത്തിച്ചേരുന്ന ജീവജാലങ്ങൾക്ക് അല്ലെങ്കിൽ സിവിലൈസേഷന് ആ ഊർജ്ജത്തെ പൂർണ്ണമായിട്ടും ഹാർനസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനുവേണ്ടി അവർ ഉപയോഗിക്കുന്ന ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റിയാണ് ഡൈസൺ സ്ഫിയർ. 1960 ഒരു ആസ്ട്രോണമറായ ഫ്രീമൻ ഡൈസൺ ആണ് ഇത് ആദ്യമായിട്ട് പ്രപ്പോസ് ചെയ്യുന്നത്. ഇതുവരെ നമ്മുടെ മിൽക്കി വേ ഗാലക്സിയിൽ മാത്രമായിട്ട് 53 ഡൈസൺ സ്ഫിയർ ഉള്ള അല്ലെങ്കിൽ സ്ഥാപിച്ചിട്ടുള്ള നക്ഷത്രങ്ങളെ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. ഡൈസൺ സ്ഫിയർ ഉണ്ടാവാനുള്ള സാധ്യതയാണ് ഞാൻ പറയുന്നത്. അത് ഇതുവരെയായിട്ടും ഉറപ്പിക്കാൻ നമുക്ക് സാധ്യമായിട്ടില്ല. ഞാൻ ആദ്യം ഒരു പ്രബന്ധത്തിൻ്റെ കാര്യം പറഞ്ഞിരുന്നല്ലോ. ആ പ്രബന്ധത്തിൽ അവർ ഇത്തരത്തിലുള്ള 53 ഡൈസൺ സ്ഫിയറിൻ്റെ സാന്നിധ്യമുള്ള നക്ഷത്രങ്ങളിലെ 7 എണ്ണത്തെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ 7 എണ്ണത്തിലാണ് അവർ പഠനങ്ങൾ നടത്തിയത്. ആ 7 എണ്ണം വളരെ ഐഡിയലായിട്ടുള്ള കാൻഡിഡേറ്റ്സ് തന്നെയാണ്. കാരണം അത് നമ്മളിൽ നിന്നും അധികം അകലെയൊന്നുമല്ല സ്ഥിതി ചെയ്യുന്നത്. അവയിലേക്കുള്ള നമ്മുടെ ദൂരം 400 പ്രകാശവർഷങ്ങൾക്കും 900 പ്രകാശവർഷങ്ങൾക്കും ഇടയിലാണ്. സ്വീഡൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ പഠനത്തിന് പ്രോജക്റ്റ് ഹെഫൈസ്റ്റോസ് എന്ന പേരുകൊണ്ടാണ് വിശേഷിപ്പിക്കുന്നത്. എങ്ങനെയാണ് ഈ നക്ഷത്രങ്ങളിൽ ഡൈസൺ സ്ഫിയറിൻ്റെ സാന്നിധ്യം ഉണ്ടാവാനുള്ള സാധ്യത ഗവേഷകർ പ്രെഡിക്റ്റ് ചെയ്യുന്നത്? അതിൻ്റെ പിന്നിലുള്ള കാരണം ആ നക്ഷത്രം ഉൽപ്പാദിപ്പിക്കുന്ന സാധാരണഗതിയിലും അപ്പുറമുള്ള ഇൻഫ്രാറെഡ് റേഡിയേഷനാണ്. നമ്മൾ ഇതുവരെ കണ്ടെത്തിയിട്ടുള്ള നക്ഷത്രങ്ങളെയെല്ലാം പല കാറ്റഗറികളായിട്ട് നമ്മൾ തരംതിരിച്ചിട്ടുണ്ട്. ഓരോ നക്ഷത്രവും ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെടുന്ന നക്ഷത്രമാണ്. ആ വിഭാഗത്തിൽപ്പെടുന്ന നക്ഷത്രങ്ങളെല്ലാം ഒരു പ്രത്യേക തരത്തിലുള്ള ഊർജത്തെയാണ് നമ്മളിലേക്ക് അയച്ചു തരുന്നത് അല്ലെങ്കിൽ അത് ഉൽപ്പാദിപ്പിക്കുന്നത്. നമ്മുടെ സൂര്യൻ ഉൽപ്പാദിപ്പിക്കുന്ന റേഡിയേഷന് പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതയല്ല നമ്മുടെ തൊട്ടടുത്തുള്ള നക്ഷത്രമായിട്ടുള്ള പ്രോക്സിമ സെൻറ്റോറി ഉൽപ്പാദിപ്പിക്കുന്ന നക്ഷത്രത്തിൻ്റെ സ്പെക്ട്രം. ഉദാഹരണത്തിന് നമ്മുടെ സ്വന്തം നക്ഷത്രമായ സൂര്യൻ ഉൽപ്പാദിപ്പിക്കുന്ന റേഡിയേഷന് ഒരു പ്രത്യേക പ്രോപ്പർട്ടി ഉണ്ട്. സൂര്യൻ്റെ വിഭാഗത്തിൽപ്പെടുന്ന നക്ഷത്രങ്ങൾക്ക് മാത്രമേ ആ പ്രോപ്പർട്ടി ഉണ്ടായിരിക്കുകയുള്ളൂ. അതിൽ നിന്നും തീർത്തും വ്യത്യസ്തമായിരിക്കും നമ്മുടെ തൊട്ടരികിലുള്ള മറ്റൊരു വിഭാഗത്തിൽപ്പെട്ട നക്ഷത്രമായിട്ടുള്ള പ്രോക്സിമ സെൻറ്റോറി. ഈ ഗവേഷണത്തിൽ ഗവേഷകർ 7 നക്ഷത്രങ്ങളുടെയും വ്യത്യസ്തമായിട്ടുള്ള ഫ്രീക്വൻസിയെ പ്രത്യേകമായിട്ട് പഠനത്തിന് വിധേയമാക്കുകയാണ്. അതിനുവേണ്ടി അവർ വ്യത്യസ്തമായിട്ടുള്ള ടെലസ്കോപ്പുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇൻഫ്രാറെഡ് റേഡിയേഷനിൽ പഠനം നടത്തുന്ന വൈസ് ടെലസ്കോപ്പ് ഉപയോഗിച്ചിട്ടുണ്ട്. വെരി ലാർജ് അറേ സ്കൈ സർവേ ടെലസ്കോപ്പുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതിനു പുറമെ വ്യത്യസ്തമായിട്ടുള്ള സ്ഥലങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന നിരവധി റേഡിയോ ടെലസ്കോപ്പുകളും ഉപയോഗിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ടെലസ്കോപ്പുകൾ ശേഖരിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള ഫ്രീക്വൻസികൾ പഠനത്തിന് വിധേയമാക്കി അവ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്ന് മനസ്സിലാക്കുകയാണ്. ഉദാഹരണത്തിന് റേഡിയോ തരംഗത്തെ ഉൽപ്പാദിപ്പിക്കാൻ ഒരിക്കലും ഒരു നക്ഷത്രത്തിന് സാധിക്കുന്നതല്ല. ഒരുപക്ഷെ ആ നക്ഷത്രത്തിന് ചുറ്റുമായിട്ട് വലം വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രഹത്തിലെ ജീവജാലങ്ങൾക്ക് സാധ്യമായേക്കും. ജീവജാലങ്ങൾക്ക് മാത്രമല്ല, അല്ലാതെ നാച്ചുറലിയും ഈ പ്രപഞ്ചത്തിൽ റേഡിയോ തരംഗങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ ഉദാഹരണങ്ങളാണ് ക്വൈസാറുകൾ, ബ്ലാക്ക് ഹോളുകൾ,
അതുപോലെ തന്നെ ന്യൂട്രോൺ സ്റ്റാറുകൾ, പൾസാറുകൾ ഇവയൊക്കെ റേഡിയോ തരംഗം ഉൽപ്പാദിപ്പിക്കുന്നതാണ്. തീർച്ചയായിട്ടും നക്ഷത്രങ്ങൾക്ക് റേഡിയോ തരംഗത്തെ സൃഷ്ടിക്കാൻ സാധിക്കുന്നതല്ല. ഒരു നക്ഷത്രത്തിന് ചുറ്റുമായിട്ട് ഡൈസൺ സ്ഫിയർ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ ആ നക്ഷത്രം ഉൽപ്പാദിപ്പിക്കുന്ന റേഡിയേഷൻ ഈ ഡൈസൺ സ്ഫിയറിൽ വന്ന് പതിക്കുന്നതാണ്. അതിൻ്റെ അവശേഷിപ്പായിരിക്കും ഭൂമിയിലേക്ക് വരിക. പക്ഷേ ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു സ്ട്രക്ചറിൽ ഇങ്ങനെ പ്രകാശം വന്ന് പതിക്കുകയാണെങ്കിൽ അത് താപം സൃഷ്ടിക്കുന്നതാണ്. താപത്തിന് കാരണമാകുന്ന റേഡിയേഷൻ ഇൻഫ്രാറെഡ് റേഡിയേഷനാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഡൈസോൺ സ്ഫിയർ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള നക്ഷത്രങ്ങളിൽ നിന്നും നമുക്ക് കൂടുതലായിട്ട് ഇൻഫ്രാറെഡ് റേഡിയേഷനെ ലഭ്യമാകേണ്ടതാണ്. ഓരോ കാറ്റഗറിയിൽ പെടുന്ന നക്ഷത്രങ്ങളും ഉൽപ്പാദിപ്പിക്കുന്ന ഇൻഫ്രാറെഡ് റേഡിയേഷൻ എത്രമാത്രമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിനേക്കാൾ കൂടുതലായിട്ട് ഇൻഫ്രാറെഡ് റേഡിയേഷൻ അത് ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം അതിന് ചുറ്റുമുള്ള ഡൈസൺ സ്ഫിയർ ആയിരിക്കും. പഠനത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചത് പഠനത്തിന് വിധേയമാക്കിയിട്ടുള്ള 7 കാൻഡിഡേറ്റ് നക്ഷത്രങ്ങൾ 3 റേഡിയോ തരംഗങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് എന്നാണ്. നമ്മൾ ആദ്യം ചിന്തിക്കുക, ആ 3 നക്ഷത്രത്തിന് ചുറ്റുമായിട്ടും വലം വെച്ചുകൊണ്ടിരിക്കുന്ന ഗ്രഹങ്ങളിൽ മനുഷ്യരെ പോലുള്ള അല്ലെങ്കിൽ നമ്മളെക്കാൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ജീവജാലങ്ങൾ ഉണ്ടായിരിക്കുമെന്നാണ്. പക്ഷേ ഈ ഗവേഷകർ അങ്ങനെയല്ല ചിന്തിച്ചത്. കാരണം അവിടെ നിന്ന് ലഭ്യമായിട്ടുള്ള റേഡിയോ തരംഗം ഇത്തരത്തിൽ കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന തരത്തിലുള്ള റേഡിയോ തരംഗമായിട്ടല്ല അവർക്ക് തോന്നിയത്. അവർ മനസ്സിലാക്കിയെടുത്തത് മറ്റൊരു കാര്യമാണ്. ഈ 3 നക്ഷത്രങ്ങൾക്ക് ചുറ്റുമായിട്ടും ഡൈസൺ സ്ഫിയർ ഇല്ല. നമുക്ക് ഈ റേഡിയോ തരംഗം ലഭ്യമായിരിക്കുന്നത് മറ്റൊരു സ്ഥലത്ത് നിന്നായിരിക്കും. അതിന് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം അവർ പറയുന്നുണ്ട്. അത് ഹോട്ട് ഡോഗ്സ് ആണ്. ഹോട്ട് ഡസ്റ്റ് ഒബ്സ്ക്യൂർഡ് ഗാലക്സീസ് എന്നാണ് അത് അറിയപ്പെടുന്നത്. ശരിക്കും പറഞ്ഞാൽ ഗാലക്സി തന്നെയാണ്, വളരെയധികം അകലെ സ്ഥിതി ചെയ്യുന്ന ഗാലക്സികൾ. ഇത്തരത്തിലുള്ള ഹോട്ട് ഡോഗ്സ് ആയിട്ടുള്ള ഗാലക്സികൾ ധാരാളമായിട്ട് പൊടിപടലങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതിശക്തമായിട്ടുള്ള പൊടിപടലങ്ങളുടെ സാന്നിധ്യം കാരണം അവിടെയുള്ള പ്രകാശം നമ്മളിലേക്ക് എത്തിച്ചേരാറില്ല. അതുകൊണ്ട് തന്നെ ഹോട്ട് ഡോഗ്സിനെ കണ്ടെത്താൻ വളരെയധികം പ്രയാസമാണ്. പക്ഷേ ആ ഗാലക്സികളുടെയൊക്കെ മധ്യഭാഗത്ത് ക്വൈസാറുകൾ ഉണ്ടായിരിക്കും. ക്വൈസാർ എന്തുകൊണ്ട് വിശേഷിപ്പിക്കുന്നത് ചില ഗാലക്സികളുടെ മധ്യഭാഗത്തെയാണ്. ആ മധ്യഭാഗത്തു നിന്നും അതിശക്തമായിട്ടുള്ള റേഡിയേഷൻ വരാറുണ്ട്. അതിൻ്റെ കാരണമായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത് സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോളുകളുടെ സാന്നിധ്യമാണ്. ഇത്തരത്തിലുള്ള ഹോട്ട് ഡോഗ്സിൻ്റെ മധ്യഭാഗത്തായിട്ട് സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോളുകളുണ്ട്. അവിടെ നിന്നും ശക്തമായിട്ടുള്ള റേഡിയേഷനുകൾ ഭൂമിയിലേക്ക് വരാറുമുണ്ട്. ആ റേഡിയേഷനുകൾ കാരണം അവിടെ അടങ്ങിയിരിക്കുന്ന ഡസ്റ്റ് പാർട്ടിക്കിൾസ് ശക്തമായിട്ടുള്ള ഒരു താപനിലയിലേക്ക് ഉയരുന്നതാണ്. താപനിലയ്ക്ക് കാരണമാകുന്ന റേഡിയേഷൻ അവിടെ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, അത് ഇൻഫ്രാറെഡ് റേഡിയേഷനാണ്. ആ റേഡിയേഷനോടൊപ്പം തന്നെ ക്വൈസാറുകൾ സൃഷ്ടിക്കുന്ന റേഡിയോ തരംഗവും അവിടെ നിന്നും സഞ്ചരിച്ച് നമ്മളിലേക്ക് വരുന്നതാണ്. നമ്മളിവിടെ കാൻഡിഡേറ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്ന ആ 3 നക്ഷത്രം, ആ 3 നക്ഷത്രത്തിൻ്റെ വളരെയധികം പിന്നിലായിട്ട്, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലായിട്ട്, വളരെയധികം എന്ന് പറയുമ്പോൾ ആയിരക്കണക്കിന് അല്ലെങ്കിൽ 10,000 പ്രകാശവർഷങ്ങൾ അകലെയാണ്. അവിടെ ഹോട്ട് ഡോഗ്സിൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കും. ആ ഹോട്ട് ഡോഗ്സ് കാരണമായിരിക്കും ആ നക്ഷത്രത്തിൽ കൂടുതലായിട്ട് ഇൻഫ്രാറെഡ് റേഡിയേഷൻ്റെ സാന്നിധ്യം നമുക്ക് കണ്ടെത്താൻ സാധ്യമായത്. അതിനോടൊപ്പം തന്നെ നമുക്ക് റേഡിയോ തരംഗം കണ്ടെത്താൻ സാധ്യമായതും ഇതേ കാരണത്താൽ തന്നെയാണ്. ഹോട്ട് ഡോഗ്സിനെ നമ്മൾ ആദ്യമായിട്ട് കണ്ടെത്തിയിട്ട് ഇപ്പോൾ അധികം വർഷമൊന്നും ആകുന്നില്ല. 2010 ആദ്യത്തെ കണ്ടെത്തൽ. അതായത് വെറും 14 വർഷം മാത്രമേ ആയിട്ടുള്ളൂ. ഹോട്ട് ഡോഗ്സിൻ്റെ ഒരു വലിയ സാധ്യത തന്നെ നമുക്കിവിടെ അനുമാനിക്കാൻ സാധിക്കും. അത് ഉറപ്പിക്കാൻ സാധിക്കുന്നതല്ല. ഉറപ്പിക്കണമെങ്കിൽ നമുക്ക് മറ്റൊരു മികച്ച ടെലസ്കോപ്പിൻ്റെ സേവനം അത്യാവശ്യമാണ്. തീർച്ചയായിട്ടും ജെയിംസ് വെബ് അതിനുവേണ്ടി പ്രവർത്തിപ്പിക്കുന്നതാണ്. അതിലൂടെ കൃത്യമായിട്ട് അവിടെ ഹോട്ട് ഡോഗ്സ് ഉണ്ടോ എന്ന് വേർതിരിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. പ്രത്യേകിച്ചും അവിടെ നിന്ന് വരുന്ന ഇൻഫ്രാറെഡ് റേഡിയേഷനെ പഠിക്കാൻ ജെയിംസ് വെബിന് സാധ്യമാകുന്നതുമാണ്. 7 നക്ഷത്രങ്ങളെയാണ് ഇവിടെ പഠനത്തിന് വിധേയമാക്കിയതെന്ന് പറഞ്ഞു. അതിൽ 3 മാത്രമേ നമ്മൾ ഹോട്ട് ഡോഗ്സിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കിയിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ അവശേഷിക്കുന്ന 4 നക്ഷത്രങ്ങളുടെ കാര്യം എങ്ങനെയാണ്? അവിടെ ഡൈസൺ സ്ഫിയർ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇതൊരു അനുമാനം മാത്രമാണെന്നുള്ള ഒരു വാസ്തവം കൂടി നിങ്ങൾ മനസ്സിലാക്കണം. അതിനെ സ്ഥിരീകരിക്കുന്ന രീതിയിലുള്ള തെളിവുകളൊന്നും നമുക്ക് ലഭ്യമായിട്ടില്ല. ഒരു കാര്യം ശാസ്ത്രീയമാകണമെങ്കിൽ അത് 100% നമുക്ക് ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഇത് വെറും ഒരു ഹൈപ്പോത്തിസിസ് ആയിട്ട് മാത്രമാണ് നിലനിൽക്കുന്നത്. ഒരു ഡൈസൺ സ്ഫിയർ ഉണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസം നിറഞ്ഞ ഒരു ദൗത്യം തന്നെയാണ്. മനുഷ്യന് നിലവിലെ ഈ ഘട്ടത്തിൽ തീർച്ചയായിട്ടും അത് ചെയ്യാൻ സാധ്യമാകുന്നതല്ല. പക്ഷേ കർദാഷേവ് 2 സ്കെയിലിൽ എത്തിച്ചേർന്നാലും അത്തരത്തിലുള്ള ഭീമാകാരമായിട്ടുള്ള ഒരു സ്ട്രക്ചർ നിർമ്മിക്കാൻ നമുക്ക് സാധ്യമാകുമോ? ഒരു സ്റ്റാർ സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ ആ സ്റ്റാർ സിസ്റ്റത്തിലെ ഏറ്റവും വലിപ്പമേറിയിട്ടുള്ള സെലസ്റ്റിയൽ ബോഡി അതിൻ്റെ നക്ഷത്രം തന്നെ ആയിരിക്കും.
അവിടെയുള്ള സകല ഗ്രഹങ്ങളുടെയും സകല ആസ്ട്രോയിഡുകളുടെയും കോമറ്റുകളുടെയും മാസ് നമ്മൾ എടുത്താൽ പോലും അത് ആ നക്ഷത്രത്തിന് സമാനമായിട്ട് വയ്ക്കാൻ സാധിക്കുന്നതല്ല. അങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കും അത്തരത്തിലുള്ള ഒരു ഭീമാകാരമായിട്ടുള്ള സ്ട്രക്ചർ നമുക്ക് നിർമ്മിക്കാൻ സാധ്യമാവുക? അത് ഉത്തരമില്ലാത്ത ഒരു ചോദ്യം മാത്രമാണ്. നമ്മളെക്കൊണ്ട് ഇപ്പോൾ പറയാൻ സാധ്യമാവുകയില്ല. ഒരുപക്ഷെ സെക്കൻഡ് സ്കെയിലിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള സമൂഹത്തിന് കൂടുതലായിട്ടും മാറ്റർ സൃഷ്ടിക്കാൻ സാധ്യമാകുമായിരിക്കും. മാറ്ററിനെ ഒരിക്കലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധ്യമാവുകയില്ല. ഒരുപക്ഷെ മറ്റുള്ള സ്റ്റാർ സിസ്റ്റത്തിൽ നിന്ന് പോലും അവർക്ക് മാറ്ററിനെ അവരുടെ സോളാർ സിസ്റ്റത്തിലേക്ക് അല്ലെങ്കിൽ സ്റ്റാർ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരാൻ സാധ്യമാകുമായിരിക്കാം. ടൈസൺ സ്ഫിയറിനേക്കാൾ നടക്കാൻ സാധ്യതയുള്ള മറ്റൊരു പ്രപ്പോസിഷനുണ്ട്. അത് ആർതർ സി ക്ലാർക്ക് പ്രപ്പോസ് ചെയ്ത ക്ലാർക്ക് ബെൽറ്റാണ്. ഇതനുസരിച്ച് ഒരു ഗ്രഹത്തിന് ചുറ്റുമായിട്ട് ഡൈസൺ സ്ഫിയറിന് സമാനമായിട്ടുള്ള ഒരു വലിയ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി ക്രിയേറ്റ് ചെയ്യാൻ സാധ്യമാകുന്നുണ്ട്. നമ്മുടെ ഭൂമി എടുത്തു കഴിഞ്ഞാൽ ഭൂമിയിൽ നിന്നും വളരെയധികം അകലെ നിന്നുകൊണ്ട് ഭൂമിയെ വലം വയ്ക്കുന്ന, ഭൂമിയുടെ കൃത്യം ഒരു പൊസിഷനെ തന്നെ എല്ലായ്പ്പോഴും ട്രാക്ക് ചെയ്യുന്ന ജിയോ സ്റ്റേഷണറി ഓർബിറ്റിലുള്ള സാറ്റലൈറ്റുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു ടൈപ്പ് 2 സ്കെയിലിലേക്കൊക്കെ മനുഷ്യർ വളരുകയാണെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരു സിവിലൈസേഷൻ വളർന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ ജിയോ സ്റ്റേഷണറി ഓർബിറ്റിൽ സ്ഥിതി ചെയ്യുന്ന കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു റിങ് സ്ഥാപിക്കാൻ സാധിക്കുന്നതാണ്. അതായത് ഈ ശനിക്ക് ചുറ്റുമൊക്കെ വളയങ്ങളുള്ളതുപോലെ ഗ്രഹത്തിന് ചുറ്റുമായിട്ട് മനുഷ്യനിർമ്മിതമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു പ്രത്യേക സിവിലൈസേഷൻ അതും അല്ലെങ്കിൽ ഏലിയൻസ് നിർമ്മിച്ചിട്ടുള്ള റിങ്ങുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ആ റിങ്ങും ഇത്തരത്തിലുള്ള റേഡിയേഷൻ ഉൽപ്പാദിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഡൈസൺ സ്ഫിയർ ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ അത്രയും ശക്തമായിട്ടുള്ള ഇൻഫ്രാറെഡ് ആയിരിക്കില്ല ഇത് സൃഷ്ടിക്കുക. കാരണം ഡൈസൺ സ്ഫിയർ സൂര്യനെ പോലുള്ള ഒരു വലിയ നക്ഷത്രത്തിന് ചുറ്റുമായിട്ടാണുള്ളത്. എന്നാൽ ക്ലാർക്ക് ബെൽറ്റ് ഒരു ഗ്രഹത്തിന് ചുറ്റുമായിട്ട് മാത്രമാണ് ഉള്ളത്. എന്നാലും അത് നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ക്ലാർക്ക് ബെൽറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നതാണ്. ആസ്ട്രോഫിസിക്സ് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി ഞാനൊരു ഓൺലൈൻ സർട്ടിഫിക്കേഷൻ കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ആ കോഴ്സിൻ്റെ ഭാഗമായി ഗവേഷകരോടൊപ്പം ചേർന്ന് റിസർച്ച് ചെയ്യാനും അതൊരു ശാസ്ത്ര പ്രബന്ധമാക്കി പബ്ലിഷ് ചെയ്യാനുമുള്ള അവസരം നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. കോഴ്സിൽ രജിസ്റ്റർ ചെയ്യാനായിട്ട് ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് കൊടുത്തിരിക്കുന്ന ലിങ്ക് പരിശോധിക്കുക. കോഴ്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇമെയിലിലൂടെയോ ഫേസ്ബുക്കിലൂടെയോ ഇൻസ്റ്റാഗ്രാമിലൂടെയോ എന്നോട് സംസാരിക്കാവുന്നതാണ്. അതിൻ്റെ ലിങ്കുകളും ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ കൊടുത്തിട്ടുണ്ട്.